ജിസേലിന്റെ നിരന്തരമായിട്ടുള്ള റൂൾ ബ്രേക്ക് ഇപ്പോൾ ഒരു ഗെയിമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ് ബിഗ് ബോസിൽ ഇതുപോലൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. ജിസേലോട്ട് കുറച്ച് നല്ല വ്യത്യാസമുണ്ട്, എന്നാലും വിധിമീറൽ വിചിത്ര എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് കൊടുക്കുന്ന റൂളുകൾ ഫുള്ള് ബ്രേക്ക് ചെയ്യും. ബിഗ് ബോസ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കൂല. വിധിമീറൽ വിചിത്ര എന്നാ. വിധിമീറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന, നിയമങ്ങൾ അനുസരിക്കാത്ത വിചിത്ര. അതുപോലെ ഇപ്പം നിയമങ്ങൾ അനുസരിക്കാത്ത ജിസേൽ എന്നുള്ള പേര് വരുമോ എന്ന് അറിയില്ല. ജിസേലിന്റെ റൂൾ ബ്രേക്ക് പക്ഷേ ഒരു നെഗറ്റീവായിട്ട് പുറത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നില്ല. സാധാരണ ഇങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ വേറെ ഏതെങ്കിലും കണ്ടസ്റ്റന്റ് ആണെങ്കിൽ നല്ല രീതിക്ക് നെഗറ്റീവ് വരും. പക്ഷേ ജിസേൽ ചെയ്യുമ്പോൾ മാത്രം അനു പറയുന്ന പോലെ നെഗറ്റീവ് ഒന്നും വലിയ രീതിക്ക് വരുന്നില്ല. ഷാരിക ഇന്ന് എക്സ്പോസ്ഡ് ആയി. ഷാരികയുടെ ഉള്ളിലെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പുറത്ത് വലിച്ച് അക്ബർ പുറത്തിട്ടു. ഷാരികയും അനീഷും കൂടെ വെച്ച് തുടങ്ങിയ സംഭവമാണെങ്കിലും അനീഷ് നൈസായിട്ട് അതിൽ നിന്ന് സ്കിപ്പായി മാറി. ഷാരിക പെട്ടുപോയി, എക്സ്പോസ്ഡ് ആയി. ഉള്ളിലുള്ള സാധനങ്ങൾ മൊത്തവും പുറത്തു വന്നു. അക്ബറിന് ഒനീലിനെ എക്സ്പോസ് ചെയ്യാൻ ഇന്ന് നല്ലൊരു ചാൻസ് കിട്ടിയതാണ്. അത് പബ്ലിക്കലി വിളിച്ച് എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ അക്ബറിന് സ്റ്റാർ ആവാമായിരുന്നു. കാരണം ഈ പറഞ്ഞ ഒനീൽ പറഞ്ഞതുപോലെ ഇന്നലെ റനേരെടുത്ത് പറഞ്ഞ സംസാരം, അതിന് മുന്നേ അതിന് തലയ്ക്കും തലേ ദിവസം അക്ബറുമായിട്ട് വഴക്ക് കൂടിയപ്പോഴത്തേക്കും അക്ബറിനോട് പറഞ്ഞ സാധനം നിനക്ക് സംസ്കാരം ഇല്ലെന്നാണ്. അപ്പൊ ഈ സാധനം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് നിനക്ക് സംസ്കാരം ഉണ്ടോ എന്ന് അക്ബറിന് തിരിച്ച് ചോദിക്കാമായിരുന്നു. അക്ബർ അത് പറയുന്നുണ്ട് പലയിടത്തായിരുന്നു. പക്ഷെ ഇത് പോയി ഡയറക്റ്റ് ഒനീലിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒനീലിന് അവിടെ പിന്നെ പറയാൻ മറുപടിയില്ല. അങ്ങനെ എക്സ്പോസ് ചെയ്യിക്കാമായിരുന്നു. ഇപ്പം രണ്ട് ഗ്രൂപ്പാണ് വീട്ടിൽ, അറിയാമല്ലോ. ഒന്ന് അപ്പാനിയെ തകർക്കാനുള്ള ഗ്രൂപ്പ്, ഒന്ന് അപ്പാനി പരദൂഷണത്തിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ അപ്പാനി പരദൂഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനിയും പരദൂഷണ ടീമുകളും അങ്ങനെയാണ്. അല്ലാതെ ഞാൻ കണ്ടസ്റ്റൻസിന് ആരാ പേഴ്സണലി ഒന്നും പറയാനല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പുറത്തെ ടീമാണ് ഇപ്പോൾ മറ്റവർ ഇത്തിരി ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പാനിയും അക്ബറും സരികയും. ഇപ്പോൾ അവർ 3 പേരാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പാനി, അക്ബർ, സരിക. ഓരോരുത്തർ വീതം പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന്. മറ്റവരുടെ ഗ്രൂപ്പ് പൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ ഗ്രൂപ്പിൽ ഷാനവാസ്, അബി, നെവിൻ, ഒനീൽ, ഇവരുടെ ഗ്രൂപ്പിനകത്ത് ഇപ്പം അപ്പാന് തകർന്ന് തീർന്ന്. പക്ഷെ ഇവരെന്ത് ചെയ്യാണ്? ഇവർ ഈ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. ഇവർ ഈ ഗ്രൂപ്പ് നിർത്തുന്നില്ല. ഇപ്പൊ ഇവരുടെ അകത്ത് ഇപ്പൊ എന്ത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒനീൽ, അബി, ഷാനവാസ്, നെവിൻ, ഇവരുടെ അകത്ത് ഇറന്ന് കറങ്ങാൻ മറ്റവർ ഗ്രൂപ്പ് ചെയ്ത് പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യുന്ന പോലെ ഇവർ പക്ക ഓപ്പൺ ആയിട്ടിരുന്ന് ഗ്രൂപ്പ് പ്ലാൻ ചെയ്ത് അങ്ങ് ഡിസ്കസ് ചെയ്ത് മൊത്തം ഇവർ തമ്മിൽ കാണുന്നതേ സംസാരിക്കുന്നതേ. ഇവർക്ക് ടോപ്പിക്ക് വേറെ ഇല്ലേ? ഞാനതാ ചോദിക്കുന്നത്. വേറെ ടോപ്പിക്ക് ഇവർക്കില്ലേ? ഒനീലിനായിക്കോട്ടെ, അബിക്ക്, നെവിന്, ഷാനവാസിന് വേറെ ടോപ്പിക്ക് ഇല്ലേ? അപ്പാനിയെ ഈ പറയുന്ന കൂട്ടരെയും തകർന്നു. ആ സാധനം തകർന്നു. ഇപ്പൊ ചെറിയ രീതിക്കുള്ള പ്രദൂഷണമല്ലേ ഉള്ളൂ, വലിയ രീതിയിലുള്ള എല്ലാം തകർന്നു. എന്നിട്ട് ഇവരത് വിടുന്നില്ല. ഇവരതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു അപ്ഗ്രേഡ് വേണ്ടേ? പിന്നെ ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻസിയിൽ എല്ലാവരും കൂടെ ഷൈത്യയെ നോമിനേറ്റ് ചെയ്തു. അതെന്തിനും ഷൈത്യയെ നോമിനേറ്റ് ചെയ്തത്? കാരണം എല്ലാവരും കൂടി എനിക്ക് മനസ്സിലായ സാധനം ഷൈത്യയെ എടുത്തിട്ട് പെടുത്തിയതാണ്. കാരണം ഷൈത്യ ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ആളാണ് എല്ലാ കാര്യത്തിലും. അങ്ങനെ അധികം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് ബിഗ് ബോസിന് എത്രയും ദിവസം കണ്ടപ്പോൾ തോന്നിയില്ല. അപ്പോൾ ഷൈത്യയെ പിടിച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പൊസിഷനിൽ പിടിച്ച് നിർത്തിയിട്ട് ഇവർക്കെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കും ചെയ്യാൻ പറ്റും, ഷൈത്യയെ പെടുത്താനും പറ്റും, മെന്റലി ഡിസ്ട്രസ്ഡ് ആക്കാനും പറ്റും, ഔട്ട് ആക്കാനും പറ്റും, മെന്റലി എന്താ പറയുക ഒരുമാതിരി ആക്കാൻ പറ്റും. അതിനുവേണ്ടി കാരണം ഞാൻ ആലോചിക്കുകയാണ്, ശൈത്യ സംഭവങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആക്റ്റീവ് അല്ല, എന്നാലും കയറി പണ്ടത്തിൽ നിന്നും മെച്ചമുണ്ട്, കയറി വരുന്നുണ്ട്. പക്ഷെ ഇന്ന് ക്യാപ്റ്റൻസി നടന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എല്ലാവരും ശൈത്യ സൂപ്പറാവും, വന്നു കഴിഞ്ഞാൽ സൂപ്പറാവും, ഭയങ്കര കൂളായിട്ട് എടുക്കുന്ന ആളല്ല ക്യാപ്റ്റൻസിക്ക് ആവശ്യം. എല്ലാം നിന്ന് നിയന്ത്രിക്കുന്ന കമാൻഡിങ് പവറുള്ള അത്യാവശ്യം ഒരു നോർമൽ ലെവലിൽ നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് ക്യാപ്റ്റൻസിക്ക്. അപ്പോൾ ശൈത്യയുടെ പേര് പറഞ്ഞതിൻ്റെ പിന്നിലെ ഈ പറയുന്ന പോലെ ശൈത്യയെ പെടുത്താനാണ് ഇവരെല്ലാവരും. അല്ല ശൈത്യ എടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് എല്ലാവരും ഇവിടെ പറഞ്ഞത്. ജയിൽ ശിക്ഷ കടുപ്പമായി പോയി. ഒനീലും ഈ പറയുന്ന ജിസേലയുടെ കൈയൊക്കെ മുറിയുന്നത്, എങ്ങനെ കൈ മുറിയുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. ഇരുമ്പ് വടി പിടിച്ചിട്ടാണോ എന്തോ സെക്കൻഡുകൾ എണ്ണി അവരുടെ ഊപ്പാടിളവുമാണ്. ബിഗ് ബോസ് ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു കോംപ്രമൈസിനും റെഡിയല്ലാതെ നിൽക്കുവാണ്. അവർക്ക് പണി നല്ല പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. സത്യം എന്താണ് വൈകിപ്പിക്കേണ്ട തുടങ്ങാം. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? ബിഗ് ബോസ് സീസൺ 7 ഡേ 19 ഓഗസ്റ്റ് 22 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മോർണിംഗ് സോങ്. വാളെടുത്താൽ അങ്കക്കളി, വേലെടുത്താൽ സിംഗപ്പുലി, കാൽപ്പനത്തിലെ കാതലല്ലോ ജോലി, നമ്മുടെ മീശ മാധവനിലെ പാട്ടാണ്. മോർണിംഗ് തന്നെ ഈ പറയുന്ന ജിസേൽ കോഫി ഒളിപ്പിച്ച് വെച്ച കേസാണ് ചർച്ചയാവുന്നത്. പക്ഷെ ജിസേൽ ഒരു കാരണവശാലും ചെയ്ത സാധനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ജിസേലിനെ പക്ക പൊളിച്ച് വീട്ടുകാരെ എല്ലാവരും കൂടി ഇപ്പം
ഇനി ഈ പറയുന്ന അനു എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാലോ ഒക്കെ വീട്ടുകാർ വിശ്വസിക്കും. കാരണം ഇന്നത്തോളം ജിസേലിൻ്റെ ഫേക്ക് കാണിക്കുന്ന വേല അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്ന വേല എല്ലാവരുടെയും മുന്നിൽ പൊളിഞ്ഞു, എല്ലാവരും കൂടെ നിന്ന് പൊളിച്ചു. പക്ഷെ ഇവിടെ ജിസേൽ പൊളിഞ്ഞെങ്കിലും ജിസേലിനെക്കാളും നെഗറ്റീവ് ആവാൻ പോകുന്നത് ആര്യനും നെവിനുമാണ്. കാരണം ക്യാപ്റ്റനാണ് ആര്യൻ. ഈ പറയുന്ന ഇന്നലെ അത്രയും വിഷയങ്ങൾ നടന്നിട്ട് ഇന്ന് അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. ആര്യൻ കിടന്ന് ചിരിച്ചതും ചെരിപ്പറഞ്ഞതും ഇതൊക്കെ നാളെ ലാലേട്ടൻ ചോദിക്കണം. അപ്പോൾ ആര്യൻ ഈ പറയുന്ന ജിസേലിനെ ഈ പറയുന്ന കേസ് ഒരു നോർമലായിട്ട് എന്തിനാ ജിസേൽ അങ്ങനെ എന്തിനാ പറയണ്ടേ എടുക്കണ്ടേ, മറ്റത് ആര്യൻ ഇങ്ങനെ എക്സ്പ്രഷൻസ് ഒക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ, അതൊന്നും കാണാനില്ല. അപ്പം ജിസേലിൻ്റെ അടുത്ത് മാത്രം ഒരു പാർഷ്വാലിറ്റി ആര്യൻ കാണിക്കുന്നത് ആര്യൻ്റെ ഗെയിം ഡൗൺ ആക്കും. ബിഗ് ബോസിൻ്റെ അടുത്ത് ഇവർ എന്ത് ഇപ്പം ഞാൻ വീണ്ടും റിവ്യൂവിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡേ 1 മുതൽ നല്ലതാരാന്ന് ആര്യൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ജിസേൽ, നല്ലതാരാന്ന് ജിസേലിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ആര്യൻ, നല്ലതാരാന്ന് നെവിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ജിസേൽ. ഇവരിങ്ങനെ മാറി ട്രയാങ്കിൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഗ്രൂപ്പിനെ പൊളിച്ച് നാളെ മിക്കവാറും അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സാധനം അവർക്കാണ് നെഗറ്റീവ് ആവുന്നത്. എസ്പെഷ്യലി നെവിനാണെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടായിരിക്കുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല, അനുവിൻ്റെ അടുത്തുള്ള കലി തീർക്കാനായിട്ടാണ് ജിസേലിനെ പിടിച്ച് നെവിൻ വെച്ചിരിക്കുന്നത്. അത് നെവിനും നല്ല നെഗറ്റീവിലോട്ട് പോകും. കൂടുതൽ നെഗറ്റീവ് ആര്യനായിരിക്കും. കാരണം ആര്യൻ കളിക്കാൻ അറിയാവുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷെ കളി മറന്ന് എന്തിനീ ജിസേലിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് പിടികിട്ടുന്നില്ല. ദെൻ മോർണിംഗ് ആക്ടിവിറ്റി ഇന്ന് എപ്പിസോഡിൽ എത്രത്തോളം വ്യക്തമാണ് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ കുറച്ച് മാത്രമാണ് എപ്പിസോഡിനകത്ത് ഉള്ളത് മോർണിംഗ് ആക്ടിവിറ്റി. ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നെവിൻ്റെ അടുത്ത് പാട്ട് പാടിക്കൊണ്ട് ഓരോ ചോദ്യത്തിന് മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് നെവിൻ അത് യൂസ് ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല. നെവിനെ കൊണ്ട് പറ്റുന്നുമില്ല. പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യാമായിരുന്നു എന്നറിയാമോ? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാമായിരുന്നു നല്ല രീതിക്ക്. അവരാണ് മണ്ടത്തരം കാണിച്ചത്. നെവിന് ഇവർ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. അവന് പറ്റുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്ന ആൾക്കാർ വീട്ടിലുള്ള ഓരോരുത്തരെയും കുത്തി ചോദിക്കണം. ചിലരൊക്കെ കുത്തുന്നുണ്ട്, ചിലരൊക്കെ നിസ്സാരമായിട്ടങ്ങ് കളയുന്നുമുണ്ട്. ഇതിൻ്റെ ഇടയിൽ രേണുസുതി പറയുന്ന എന്നെ നീ പുറത്തെവിടെയെങ്കിലും എറണാകുളത്ത് എക്സാമ്പിൾ ഇപ്പോൾ പാലാരി വട്ടത്ത് വെച്ച് കണ്ടു എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ താഴെ നിന്നൊരു കമൻറ്റ് വരുന്നുണ്ട്, പാലാരി വട്ടത്തെ പാലത്തിൻ്റെ അടിയിൽ വെച്ച് കണ്ടു എന്ന്. പാലാരി വട്ടത്തെ പാലത്തിൻ്റെ അടിയിൽ ആളുകൾ നിൽക്കുന്നത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കേസാണ്. അതിനകത്ത് രേണുസുതിയെ വലിച്ചിട്ടതിനോട് അത് ലാലേട്ടൻ നാളെ ചോദ്യം ചെയ്യൂല. ഇങ്ങനത്തെ കേസുകളൊന്നും അവിടെ ചോദ്യം ചെയ്യത്തില്ല. അത് എന്ത് മോശം സ്റ്റേറ്റ്മെൻ്റ് ആണ് അങ്ങനെ ചോദിച്ചത്? അത് ആരാണ് ചോദിച്ചതെന്നുള്ളത് ലൈവിൽ പോലും വ്യക്തമല്ല. കാരണം ലൈവിൽ വരുന്ന ക്യാമറ ഇങ്ങനെ, എപ്പിസോഡ് വരുന്ന ക്യാമറ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചോദ്യം ചെയ്യപ്പെടണം. അവിടെ പ്രത്യേകിച്ച് ഗെയിം ഒന്നും ഉണ്ടായില്ല, ആർക്കും അവിടെ ഒരു ഗെയിം ഉണ്ടായില്ല. ദെൻ അക്ബർ ഒനീലിനെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. കാരണം ഈ പറയുന്ന അപ്പാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ അടുത്ത് സംസാരം ഇന്നലെ റെനയുടെ അടുത്ത് പറഞ്ഞത് വെറും ചന്തയല്ല ചീഞ്ഞ വർത്താനമാണ്. പക്ഷേ അതിന് മുന്നേ എൻ്റെ അവിടെ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ അവനെ മലരെ വിളിച്ചപ്പോഴത്തേക്കും അവൻ എൻ്റെ പറഞ്ഞത് എന്തുവാ, നിനക്ക് സംസ്കാരമില്ല ഇന്നലെ അതിനെ സംസ്കാരം ഈ പറഞ്ഞ ചീത്തയെക്കാലം തരം താന്ന രീതിയിലാണ് ഒനീൽ വിളിച്ചത്. അപ്പോൾ അതിനിവിടെ ആർക്കും ഒന്നും പറയാനില്ലേ എന്നാണ് ചോദിച്ചത്. അക്ബർ പറഞ്ഞ കേസ് കറക്റ്റാണ്. ഈ കേസ് ഒനീലിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒനീൽ എക്സ്പോസ് ആവും. ഒനീലിന് പറയാൻ മറുപടിയില്ല, നിലപാടില്ലാത്ത ഒരാളായിട്ട് മാറും. ഇത് അക്ബർ ചോദിക്കുന്നത് വരെ ഉള്ളൂ ഒനീലിൻ്റെ ഈ കേസിലുള്ള എക്സിസ്റ്റൻസ്. അത് അക്ബർ നാളത്തെ വീക്കെൻഡിൽ അത് ചർച്ചയാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാര്യങ്ങൾ ഇപ്രാവശ്യത്തെ വീക്കെൻഡിൽ ചർച്ച ചെയ്യാനുണ്ട്, നടക്കുമോ എന്ന് കണ്ടറിയാം. പബ്ലിക്കലി ഇതെല്ലാവരെയും വിളിച്ചു കൂട്ടി പറയണമായിരുന്നു. ദെൻ മോർണിംഗിലെ ഫുഡ് ഇഷ്യൂ, ഫുഡ് വൈകുമ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ നടക്കുന്ന ഇഷ്യൂവിൽ ആര്യൻ ഹൈപ്പറായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അനു അവിടെ അടിച്ചിരുത്തുന്നുണ്ട്, നീ റിയാക്ട് ചെയ്യണ്ടേ, കാരണം നിനക്ക് വോയിസ് ഇല്ല, നീ ജിസേലിൻ്റെ വാല് മാട്ടി അവിടെ നടന്നോ. ആ കേസിലാണ് നീ അവിടെ എന്താ ജിസേലിന് മാത്രം രാവിലെ ഇത്രയും വലിയ സംഭവം ഉണ്ടായപ്പോൾ എവിടെ പോയിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ എന്നെ പറയാനറിയാം, അവളെ പറയാനറിയില്ല. അത് പ്യുവർലി ആര്യനൊരു പാർഷ്വാലിറ്റി ജിസേലിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. അത് പക്ക നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ജയിൽ നോമിനേഷൻ വരുമ്പോൾ വീട്ടുകാരെല്ലാവരും ഉണ്ട് ജിസേലിൻ്റെയും ഒനീലിൻ്റെയും ആര്യൻ്റെയും കേസ് പറയാണ്. ജിസേലിൻ്റെ പേരെല്ലാവരും പറയാൻ കാരണം ഈ പറഞ്ഞതുപോലെ ഇന്ന് നടന്നിട്ടുള്ള ഇഷ്യൂ ആണ്. ഇന്ന് ഈ കോഫിയുടെ ഇഷ്യൂ നടന്നില്ലായിരുന്നെങ്കിൽ ജിസേലിൻ്റെ പേര് അവിടെ വരൂലായിരുന്നു. പ്യുവർലി ആര്യനും ഒനീലിനും സെയിം വോട്ട്സ് കിട്ടുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒനീൽ മതി, ആര്യൻ വേണ്ട എന്ന് പറയുന്നതിനോടുള്ള സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒനീലൊക്കെ ബേർഡ് വേർഡ്സ് യൂസ് ചെയ്തു, ചന്ത വർത്താനത്തിലുള്ള സംസാരിച്ചു, ചീഞ്ഞ വർത്താനം പറഞ്ഞു, എല്ലാം ശരിയാണ്. പക്ഷെ ആര്യൻ അതിനിടയ്ക്ക് ഒന്നും ചെയ്യാത്തവനാക്കിയിട്ട് ഈ വീട്ടുകാർ വിട്ടതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. കാരണം ഒനീലിലാണ് ഒരു 10-11ഓളം പേരും ഒനീലിലാണ് കൈവെക്കുന്നത്, ബാക്കിയുള്ളവർ മാത്രമേ ആര്യന് വെക്കുന്നുള്ളൂ. ആര്യൻ ചെയ്തത് തെറ്റല്ലേ? ഒരാളെ ചെരുപ്പെടുത്ത് എറിഞ്ഞതും ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്തത്, ചെരുപ്പെടുത്ത് എറിഞ്ഞതിന് സീസൺ 3 കൊടുത്ത ശിക്ഷ നിങ്ങൾക്കറിയാമോ? റംസാൻ നാട്ടുകൂട്ടൻ ടാസ്കിൻ്റെ ഇടയിൽ സ്വിമ്മിംഗ് പൂളിൽ ചാടണം, ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറയണം. അതുപോലെ എന്തെങ്കിലും ഒരു ടാസ്ക് നാളെ, എന്തെങ്കിലും ഒരു ശിക്ഷ നാളെ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം അയാളെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ അബിക്കും കൊടുക്കണം. അബി ഇന്നലെ മൊട്ടം ചീത്ത വിളിച്ചു, നമ്മൾ ലൈവിൽ നമുക്ക് കാണാൻ പറ്റിയില്ല, മ്യൂട്ടായിരുന്നു. ഇന്ന് അനു പറയുന്നുണ്ടത് 2 മൊട്ടം ചീത്ത നീ വിളിച്ചു.
ചീത്ത വിളിക്കുന്നത് നിർത്തിക്കണം. കാരണം ഇത്തവണത്തെ സീസണിലെ പോക്ക് കണ്ടിട്ട് ചീത്തയും ചീഞ്ഞ വർത്താനവും വേറൊന്നും ഇല്ലേ? ഇതാണ് ബിഗ് ബോസിന്റെ കണ്ടന്റ്, ഇതാണ് ഇവരുടെയൊക്കെ സ്ട്രാറ്റജി. അതൊന്ന് മാറ്റണം. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ അബിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കാരണം അബി കുറെ അവിടെ പെട്ടെന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഇന്നത്തെ എപ്പിസോഡില്, ഇന്നത്തെ ലൈവിൽ ഇവർ സംസാരിക്കുമ്പോഴാണ് അബി ഇന്നലെ വിളിച്ച ചീത്ത അവിടെ മ്യൂട്ട് ചെയ്തു. അത്രയും വലിയ എന്തോ തെറി നമുക്ക് പോലും കേൾക്കാൻ പറ്റിയില്ല. ലൈവിൽ സാധാരണ മിക്ക തെറിയും ടെലികാസ്റ്റ് ചെയ്യാറുള്ളത്, മ്യൂട്ട് അടിക്കാറില്ല. അത്രയ്ക്ക് കഠിനമായ സാധനങ്ങൾ മാത്രമേ ലൈവിൽ മ്യൂട്ട് അടിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ആ ഇഷ്യൂ അവിടെ നടക്കും. ജയിൽ നോമിനേഷനിൽ ജിസേലിനെ ഒനീലിനെയാണ് ചൂസ് ചെയ്യുന്നത്. ഒനീൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കാണിച്ച ഒരു അബദ്ധ വേറെയാണ്. മൊത്തം അറിഞ്ഞിട്ട് റിയാക്ട് ചെയ്യാൻ പോകണമായിരുന്നു. കാരണം ഒനീൽ ഈ ആഴ്ച നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്തതാണ്. ക്യാപ്റ്റൻസിയിലോട്ട് ഇവരെല്ലാവരും സെലക്ട് ചെയ്തതാണ്. പക്ഷെ പുള്ളി കാരണം തന്നെ അത് തൊലച്ച് വെച്ചിട്ടുണ്ട്. റെനയും ഒനീലുമായിട്ട് അതിനുശേഷം വീണ്ടും ഇഷ്യൂ ആണ്. ഇന്നലെ മലയാളത്തിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇന്ന് ഇംഗ്ലീഷിൽ ഗ്യാസ് എന്ന് പറഞ്ഞുകൊണ്ട് റെനയുടെ മണ്ടയിൽ പോകുന്നുണ്ട്. അത് വീണ്ടും ഒനീലിന് നെഗറ്റീവ് വരത്തേ ഉള്ളൂ. കാരണം നമ്മൾ ചീഞ്ഞ വർത്താനം പറയുന്നതും ചീത്ത വിളിക്കുന്നതും റൈസ് ആവുന്നതും ഇത് മൂന്ന് ലെവലിലാണ് ഓഡിയൻസ് കാണുന്നത്. ചീഞ്ഞ വർത്താനം പറയുന്ന ആൾക്കാർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊന്ന് മാനേജ് ചെയ്യുക. ദെൻ അഭിശ്രീ അപ്പാനി, അതിനകത്താണ് അപ്പാനെ തള്ളക്കി വിളിച്ചു, ജിസേലിനെ തള്ളക്കി വിളിച്ചു എന്ന് പറഞ്ഞൊരു കേസ് എടുത്തിടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ലൈവിൽ പൊരിഞ്ഞ അടിയായതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവില്ല വിളിച്ചോ വിളിച്ചില്ലേ. കാരണം സൗണ്ടുകൾ ഒരു 100 എണ്ണം കേൾക്കും. പക്ഷെ അപ്പാനി അത് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തടി തപ്പാൻ സ്ഥിരം ഉരുളക്കം കാണുന്നുണ്ട്. കണ്ടു തന്നെ അറിയണം. പിന്നീട് ക്യാപ്റ്റൻസിയിൽ എല്ലാവരും ഈ പറഞ്ഞ ശൈത്യയെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശൈത്യയെ പെടുത്താനാണത്. കാരണം ശൈത്യ അത്യാവശ്യം മെൻ്റലി വീക്കാണ്. നമുക്കറിയാം, മെൻ്റലി വീക്കുള്ള ഒരാളെ ക്യാപ്റ്റൻസിയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ 100-150 പ്രശ്നം നടക്കുന്ന ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ വീണ്ടും മെൻ്റലി വീക്കാവും, ഡൗൺ ആയി പോയിട്ടേ ഇരിക്കും. അപ്പോൾ അത് അവർക്ക് ബാക്കിയുള്ളവർക്ക് നല്ലതാണ്. കാരണം ശൈത്യ ഡൗൺ ആയി പോകും, ഔട്ടാവും, ഇവർക്ക് നല്ലതാ ആ വേല. പിന്നെ ബിന്നിയുടെ പേരും എല്ലാവരും ക്യാപ്റ്റൻസിയിൽ പറയുന്നുണ്ട്. ബിന്നി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടക്കി ഭരിക്കും വീട്. അപ്പാനി വന്നു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും, പക്ഷെ ബിന്നി വന്നു കഴിഞ്ഞാൽ അടക്കി ഭരിക്കും, ഒറ്റ തീരുമാനം. അപ്പാനി എങ്ങനെ ആയിരിക്കില്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും. ബിന്നി വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി പവർ സാധനങ്ങൾ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഒനീലിൻ്റെയും ഷാനവാസിൻ്റെയും അഭിശ്രീയുടെയും നെവിൻ്റെയും ഗ്രൂപ്പ് കളി. ഇവർ അപ്പാനിക്കെതിരെ പടപൊരുതിക്കൊണ്ട് നടക്കണം. അപ്പാനിയെ ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റ് ചെയ്തവർക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിക്കെതിരെ വേണ്ടിയിട്ടാണ് ഇവർ ഗ്രൂപ്പ് എല്ലാം തുടങ്ങിയത്. ഫൈൻ, എല്ലാം ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ അപ്പാനി ഒതുങ്ങി. അപ്പാനി ഗ്രൂപ്പ് കളി നിർത്തിയിട്ടുണ്ട്. അക്ബറുമായിട്ട് ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് കളിയാണ് മെയിൻ. അത് നിർത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഗ്രൂപ്പ് തുടങ്ങിയത്. പക്ഷേ ഇപ്പം ഇവരുടെ ഗ്രൂപ്പിനകത്ത് ചർച്ച നമുക്ക് അവിടെ വരണം, നമുക്കിവിടെ വരണം, ഇവരങ്ങനെ ചെയ്യുന്നു. ഇപ്പം ആവശ്യമില്ലാത്ത ചർച്ചകളാണ്. ഇവരുടെ ഗ്രൂപ്പിനെയും നാളെ ലാലേട്ടൻ വാൺ ചെയ്യണം. നിങ്ങൾ എന്തിനാ ഗ്രൂപ്പ് രൂപീകരിച്ചത്? ഗ്രൂപ്പിസം പൊളിച്ചല്ലോ. ഇപ്പൊ ഇവിടുത്തെ ഗ്രൂപ്പിസം ആരാ? നിങ്ങളല്ലേ? അത് ലാലേട്ടൻ ചോദിക്കണം. അതിനെ അനുമോള് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ ഗ്രൂപ്പ് കളിക്കുമല്ലേ എന്ന് ഷാനവാസിനെ ചോദിക്കുമ്പം ഗ്രൂപ്പിസം കളിക്കുന്നവരെ പൊളിക്കാനാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് ഷാനവാസ് തന്ത്രപൂർവ്വം അതിന് മറുപടി കൊടുക്കുന്നുമുണ്ട്. പിന്നെ പണിപ്പുര പോയിന്റ്സ്. ആക്ച്വലി ഞാനിങ്ങനെ ആലോചിക്കണം. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ലൈവ് കണ്ടവർക്കറിയാം. അതിനകത്ത് ഒനീൽ വീഴുന്നുണ്ട്. പണിപ്പുരയ്ക്കകത്ത് 5 പേര് കയറുമ്പോഴത്തേക്കും ആരൊക്കെയാണ്? ഒനീൽ, ജിസേല്, ബിന്നി, നെവിൻ, അനീഷ്, ഇവർ 5 പേരാണ്. ഇവർ പോകുമ്പോഴത്തേക്കും ഒനീൽ ടൈമർ തീരുന്നതിന് ശേഷം അവിടെ വീഴുന്നുണ്ട്. അതിന് ശേഷമാണ് പുറത്തൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ ബിഗ് ബോസ് അതൊന്നും വിലക്കെടുക്കുന്നില്ല. കാരണം ഈ കൺസെപ്റ്റ് ഫ്ലോപ്പാണ്. പണിപ്പുര കൺസെപ്റ്റ് ഫ്ലോപ്പാണ്. അപ്പോൾ ബിഗ് ബോസ് അവർക്ക് എടുത്ത പോയിന്റ് എല്ലാം എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതൊന്നും മാനിക്കുന്ന കൂടിയില്ല. കാരണം ബിഗ് ബോസിന്റെ ആവശ്യമാണ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഇവർക്ക് തുണിമണിയും കൊടുക്കുക എന്നുള്ളത്. അതിനുശേഷമാണ് ഡിവോഴ്സ് ഇഷ്യൂ. അനീഷ് പറയുന്ന ഈ സാധനം ഏറ്റുപിടിക്കുന്നതോടുകൂടി ഷാരികയുടെ മനസ്സിലുള്ള സാധനങ്ങളെല്ലാം അക്ബർ വലിച്ച് പുറത്തിട്ട് ഷാരികയെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് ഷാരികയെ തിരിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഷാരിക ഫുൾ എക്സ്പോസ് ആയിപ്പോയി. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ദെൻ ജയിലിൽ ഒനീലിനെയും ജിസേലിനെയും കൂടെ കൊണ്ടിട്ട് അവിടെ അവർക്ക് കൊടുത്തിരുന്ന ഈ ടാസ്ക്, അത് മനുഷ്യ ക്ലോക്ക് എന്ന് പറയുന്ന ടാസ്ക്കാണ്. ഞാൻ ഒന്ന് ഗസ് ചെയ്ത ടാസ്ക് വൈകുന്നേരം പറഞ്ഞിട്ട് പോയായിരുന്നു. ആ സെയിം സാധനം തന്നെ, വേറെ ഒന്നുമല്ല. 2 ഇരുമ്പ് വടി ഇവരുടെ കയ്യിൽ കൊടുത്തിരിക്കും. ആ ഇരുമ്പ് വടി വെച്ചിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് സമയം പറഞ്ഞു കൊടുക്കണം. ഇത് തമിഴ് ബിഗ് ബോസിൽ 7 പേരെന്തോ നിന്നിട്ട് ടിക്കറ്റ് ഫിനാലേക്ക് ചെയ്യാൻ നിന്നിട്ട് പറ്റില്ല. 7 പേർക്ക് ചെയ്യാൻ പറ്റാത്ത എങ്ങനെ 2 പേര് ചെയ്യുന്നത്? സമയം തെറ്റ്. ബിഗ് ബോസ് പറയുന്നത് 3 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, ബാക്കിയൊക്കെ സെറ്റ് ആണെന്നാണ്. പക്ഷേ ഇത് സെറ്റ് ആവില്ല. കാരണം ഇങ്ങനെ 1 2 3 4 ഇങ്ങനെ സെക്കൻഡ് എണ്ണി ഓരോ സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഓരോ മിനിറ്റ്. ഇതുപോലെ 60 തവണ കൊട്ടുമ്പോഴത്തേക്കും 1 മിനിറ്റ്. അപ്പോൾ പിന്നെ 60 മിനിറ്റ് അതുപോലെ കൊട്ടണം. അങ്ങനെ അവർ ജയിലിനകത്തിരുന്ന് ഭയങ്കര പെടാപ്പാട് വിടുന്നുണ്ട്. കണ്ടസ്റ്റൻസ് ഒക്കെ പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് മാറ്റമില്ല,
ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസേ നമുക്കിത് വേണ്ട, ഇതൊന്നും നിർത്തി തരുമോ, പാവം കഷ്ടപ്പെടുന്നു എന്നൊക്കെ. പക്ഷെ അത് ഭയങ്കര കഠിനമായ ഒരു ടാസ്ക് ആയിപ്പോയി. മെന്റലി നമ്മളെ ഒരുമാതിരി ആക്കും. നമ്മൾ ഒരേ കാര്യം തന്നെ കുറേ നേരം റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭ്രാന്തടിക്കോ ഇല്ല. ഇപ്പോൾ ഈവൻ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ ഓക്കെ ഫൈൻ, റവന്യൂ കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നത്. പക്ഷേ നേരം വെളുക്കും മുതൽ ഇരുട്ടും വരെയും ഈ 24/7 ബിഗ് ബോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തെടുക്കും. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തെടുക്കും. ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ സ്ഥിരമായിട്ടൊരു സാധനം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ഒരു മെന്റലി നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അതേമാതിരി ഇവർക്ക് ആ ഇഷ്യൂ വരും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അത് ഇത്തിരി കുറച്ച് കൊടുക്കാമായിരുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. നാളെ ഇനി ലാലേട്ടൻ എന്തൊക്കെ ചോദിക്കും എന്നുള്ളത് കണ്ടറിയാം. നമ്മുടെ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ മൊത്തം എത്ര പേരാണുള്ളത്? മൊത്തം ഉള്ളതിലെ നമ്മുടെ സരിക, ഷാനവാസ്, റന, ഒനീല്, അനുമോള്, അക്ബർ, അപ്പാനി, ശൈത്യ, ഷാരിക, ഇവർ ഇത്രയും പേരാണ് ഉള്ളത്. ഇവരിൽ ഡേഞ്ചറായിട്ട് നിങ്ങൾക്ക് ആരെയാ തോന്നുന്നത്? ഷാനവാസ് എന്തായാലും സേവ് ആവും, റെന സേവ് ആവും എന്ന് തോന്നുന്നു, അനുമോൾ സേവ് ആവും, അക്ബർ സേവ് ആവും, അപ്പാനി സേവ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ 4 പേരെയാണ് എനിക്ക് ഡേഞ്ചറിൽ തോന്നുന്നത്: സരിക, ഷാരിക, ഒനീല്, ശൈത്യ. ഇതിനകത്ത് ഷാരിക കുറച്ച് കണ്ടന്റൊക്കെ ഇന്നും ഇന്നലെ മെനിയാന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഷാരികയും കൂടെ നമുക്കിവിടെ ഇരുത്താം. ശൈത്യയുടെ കേസ് എന്തായാലും മിക്കവാറും എവിക്റ്റഡ് ആവാൻ തന്നെയായിരിക്കും ചാൻസ്. ഒരു ഡബിൾ എവിക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ വൈൽഡ് കാർഡ് ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടറിയാം. ഇവരെന്തിനാണ് സ്പൈ കുട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനത്തിനെ കൊണ്ടുവന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഷോ ഓഫിനായിരുന്നോ? അതുപോലെ തന്നെ എന്തിനാണ് ഈ വിങ്സ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത്? അതും ഷോ ഓഫിനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ സീസൺ 7 പരമ ബോറാണ്. ആദ്യത്തെ 3 ആഴ്ച കഴിയുമ്പോൾ ഓവറോൾ അനാലിസിസ് വെച്ച് ഭയങ്കര പരമ ബോറാണ്. വൈൽഡ് കാർഡ് വന്നാൽ കൂടിയും ഇവിടെ എതുവും ചെയ്യறதுക്ക് ഇല്ല, ഒന്നും ചെയ്യാൻ ഇവിടെ ഇല്ല. എന്തിനു വരണം? എന്തവിടെ പോയിട്ട് ചെയ്യാൻ? ഗ്രൂപ്പ് പൊളിക്കാനോ? എന്ത് ചെയ്യാൻ അവിടെ പോയിട്ട്? ഭയങ്കര ഡൗൺ ആയിട്ടാണ് ഇത്രയും നാൾ ഇവർ സെലക്ട് ചെയ്തെടുത്ത കണ്ടസ്റ്റൻസ്. സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്തായാലും കണ്ടസ്റ്റൻസ് കൊള്ളാം, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇന്ന് വാഴകളൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു ക്വാളിറ്റി കുറവ്. ബിഗ് ബോസിൻ്റെ കണ്ടന്റിന് ഒരു ക്വാളിറ്റി ദാരിദ്ര്യമുണ്ട്. നോക്കാം, നാളത്തെ അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് വരാം. അപ്ഡേറ്റ് അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ സംശയം പോലെ പറയത്തുള്ളൂ, ഞാൻ ഉറപ്പിച്ച് പറയത്തില്ല, സംശയം പോലെ. പക്ഷെ ഞാൻ പറയുന്നത് സംശയം പോലെ പറയുവാണെങ്കിൽ നിങ്ങൾ കരുതിക്കോണമില്ല. അപ്പോൾ ഞാൻ സംശയം പോലെയൊക്കെ പറയത്തുള്ളൂ. ഇപ്പം അങ്ങനെയൊക്കെയാണ്, കാരണം സീക്രസിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഉറപ്പിക്കേണ്ട എപ്പിസോഡ് കണ്ട് തന്നെ ഉറപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട്, പ്രൊമോ അപ്ഡേറ്റും ആയിട്ടും എവിക്ഷൻ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.